ും അപ്പുറം മലയാളത്തിൽ കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം ഇന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട താരം ശ്രീ നാരായണൻ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ പറയേണ്ടതെല്ലാം ഒരുവിധം വിനീതേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴും പുതിയ ആശയങ്ങൾ എന്നും സ്വീകരിച്ചിട്ടുള്ള മലയാളി പ്രേക്ഷകർക്കും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട്, സന്തോഷം. നമുക്കറിയാം, നമ്മൾ കടന്നു പോകുന്നൊരു ഫേസ്, പ്രത്യേകിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് OTT വന്നതിന് ശേഷം ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞൊരു ദൗത്യം ഓരോരോ ഫിലിം മേക്കേഴ്സ്, അത് ഡയറക്ടറായാലും ശരി, പ്രൊഡ്യൂസറായാലും ശരി, റൈറ്റേഴ്സും ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റ്, ഞങ്ങളുടെ എല്ലാം റെസ്പോൺസിബിലിറ്റി കൂടി കൊണ്ടുവരികയാണ് ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ. അതിനനുസരിച്ചുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു ആശയത്തോടു കൂടി അങ്ങനെ തിയേറ്ററിൽ വന്ന് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളൊരു സിനിമയാണ് എക്കോ. നമ്മൾ എന്ത് തന്നെ ചെയ്താലും ശരി, അത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു വിഷയം. ആൻഡ് പടം ഇറങ്ങി വളരെയധികം നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വി ആർ ഓൾ വെരി ഹാപ്പി. ഞാൻ ഈ ഇവിടെയുള്ള നടന്മാർ, ഇവിടെയുള്ള ടെക്നീഷ്യൻസ്, ഉറപ്പായിട്ടൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കരിയറിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സിനിമയായിരിക്കും എക്കോ. ടെക്നീഷ്യൻസിനായാലും ശരി, ഞങ്ങൾ ആർട്ടിസ്റ്റ്മാർ, ഞങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളായാലും ശരി, അതിന് തീർച്ചയായിട്ടും വി ഓൾ താങ്ക് ദിഞ്ജിത്ത് ആൻഡ് ബാഹുൽ ഫോർ ദിസ്. പിന്നെ ഈ വിനീതേട്ടൻ പറഞ്ഞ പോലെ രണ്ടാമത് സിനിമ കാണുമ്പോഴാണ് ഇതിൽ നമ്മൾ പറയും ചെറിയ നുവാൻസസ് എന്ന് പറയും, അത് റൈറ്റിങ്ങിൽ ചെയ്യുന്നതാണ്, എഴുത്തിൽ വരുന്ന സംഭവമാണ്. ഓഡിയൻസിനെ സ്പൂൺ ഫീഡ് ചെയ്യാതെ ചില കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുക, എന്നാൽ ചിന്തിപ്പിച്ചിട്ട് ടയേർഡാക്കാനും പാടില്ല. സോ അത്രയും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു റൈറ്റിംഗ് ആണ്. ആൻഡ് എ ബ്രില്യൻറ്റ് ഫിലിം മേക്കിംഗ് ഓൾസോ. സോ ഇതൊരു മലയാളത്തിന് തീർച്ചയായിട്ടും നമ്മൾ ഈ വർഷത്തെ വൺ ഓഫ് ദ പല നല്ല സിനിമകളിലും ദിസ് ഈസ് എ ബിഗ് ഓഫറിംഗ് ഫോർ മലയാളം സിനിമ എക്കോ. സോ തീർച്ചയായിട്ടും പ്ലീസ് സപ്പോർട്ട് us ആൻഡ് പ്രേക്ഷകർക്കും നന്ദി. താങ്ക് യു. എന്ത് ചോദ്യമാണോ? ഇത്ര നല്ലൊരു അനുഭവമല്ല. ഞാൻ ഈ ഷാഫിക്ക് പറഞ്ഞില്ലേ, കല്ലും കൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് അങ്ങനെ പല സമയങ്ങളുണ്ടായിരുന്നു. അതിൽ ഈ കാറിന് വേറൊരു കുഴപ്പമുണ്ട്, ചിലപ്പോൾ ഇത് മുകളിലേക്ക് കയറുമ്പോൾ ചില സമയത്ത് ഇത് കയറാതെ താനേ നിന്ന് പോയി ഒറ്റ സ്വിഫ്റ്റായിട്ടൊരു പിന്നിലേക്കൊരു വരവുണ്ട്. ഇതിന് റെയർ വ്യൂ മിററും ഇല്ല, നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഇതുമില്ല. അപ്പോൾ എൻ്റെ ക്ലച്ച് ഒന്നും ബ്രേക്കും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഓരോ ഷോട്ട് പോകുമ്പോൾ ഇക്കടെ അടുത്ത് പറയും, അത് ഈ ഒരു നമുക്കൊരു സ്ട്രെച്ച് ഉണ്ട്, ആ സ്ട്രെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് അറിയാം ഇത് പണി പാളി, അപ്പം ചാടിപ്പോന്ന് പറയും ചാടാം. ഇതാണ് കാരണം, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ടെൻഷനുണ്ട്, പിന്നെ നമ്മുടെ ഒരു ധൈര്യമാണല്ലോ, നമുക്കെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ബാക്കിലത്തെ റിവേഴ്സിലത്തെ സംഭവം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം, കാരണം അത് അങ്ങനെ സംഭവിച്ചു പോയില്ല. അത് നമ്മുടെ അസിസ്റ്റന്റ് ക്യാമറമാൻമാർ, അത് ക്യാമറ അസിസ്റ്റന്റ്, മറ്റേ അദ്ദേഹം അസോസിയേറ്റ്, അദ്ദേഹം ഓടി വന്ന് വലിയ പാറയൊക്കെ വെച്ചിട്ട് നിർത്തിക്കൊണ്ട് നിന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ ഇല്ല, നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ കാരണം അങ്ങനത്തെ പടം കണ്ടവർക്കറിയാം, അങ്ങനത്തെ ഓരോരോ വഴികളാണ്. എയർപിൻ വളവാണ്. മുന്നിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എന്തായാലും നമുക്ക് കാണാമല്ലോ, അപ്പോൾ എവിടെ പോയിട്ട് ഇടിച്ച് നിർത്താമെന്നുള്ളത് നമുക്കറിയാമല്ലോ. പിന്നെന്താ വെച്ചാൽ ഞങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാനാണോ എന്നറിയില്ല, ഇതിൻ്റെ ഉടമസ്ഥൻ എപ്പോഴും ബ്രേക്ക് ഓയിലുമായിട്ട് കൂടെ പിന്നാലെ പുറകെ ഓടി വന്ന് വരുമായിരുന്നു. അതെന്തിനാന്ന് മനസ്സിലായിട്ടില്ല. അതിന് ഗിയറും ഇല്ല, സോറി മറ്റേ ഹാൻഡ് ബ്രേക്ക് ഇല്ല. അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് അതും നിർത്താൻ പറ്റില്ല. അപ്പോൾ അതൊരു നല്ലൊരു ഭയങ്കര പുതിയൊരു അനുഭവമായിരുന്നു. വളരെ ഏറ്റവും പഴയ മോഡൽ അംബാസഡർ, പിന്നെ രണ്ടും കുഴപ്പമായിരുന്നു. ഒരു നല്ല അനുഭവമല്ല, പക്ഷേ വാസ് വെരി ചാലഞ്ചിങ്. പക്ഷെ എനിക്കൊരു സംശയം പറഞ്ഞു, ഈ പടം കാണാത്തവർ അല്ല വേണ്ട. ബാഹുല് പക്ഷെ അറിഞ്ഞില്ല, അത് നിർത്തിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ കയ്യിലല്ലല്ലോ. ഇത് റിയാലിറ്റിക്ക് വേണ്ടി ചെയ്തത്, റിയലിസ്റ്റിക് ആക്കാൻ ചെയ്യുന്നതാണോ?
അതല്ല, ഈ ബ്രേക്ക് ഇല്ലാതെ വന്നത് റിയലിസ്റ്റിക് വേണ്ടിയിട്ട് ചെയ്തതാണോ? അത് ശരിയാ, ഡയലോഗ്സിന് വേണ്ടി കയറിയിരിക്കുകയാണ് പിന്നില്. ഈ പറഞ്ഞ പോലെ ഒരു പുള്ളി അങ്ങോട്ടും തെറ്റിയാലോ നമ്മൾ ഈ കാർ ഡയലോഗ്സ് ഒക്കെ, കാറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ആ കാർ ഡയലോഗ്സ് അല്ലേ, ഒരു ലൈൻ അങ്ങോട്ടും ആയി കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ പിന്നിൽ ഒളിഞ്ഞിരിക്കുക. നല്ലൊരു അനുഭവമായിരുന്നു. ആ കാർ ഓടിച്ചോണ്ട് വരണ്ടേ ഇടം വരെ, അത് നടക്കില്ല.